ഞാനിന്നേ ഒരു മോരുകറി ഉണ്ടാക്കാൻ പോകും. ഞാൻ എങ്ങനെയാ മോരുകറി ഉണ്ടാക്കുന്നത്? ഇത് എന്റെ മക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, തൈര് അരയ്ക്കുന്ന ജാറിനകത്തില് ഉടച്ചു വെച്ചിരിക്കുവാണ്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇതിനൊന്നിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കുവേ. നല്ല മഴയാ കണ്ടോ, ഇന്നും വീഡിയോ എടുക്കാൻ സമയമായപ്പോഴത്തേക്കിനും മഴയാണേ. അത് കാരണം പുറത്ത് വെച്ച് കുക്കിംഗ് ഒന്നും നടക്കത്തില്ല. ഒരു തണ്ട് കറിവേപ്പിലയുടെ പകുതി ഇതിനകത്തിലോട്ട് ഊരിയിടാം. മോര് നന്നായിട്ട് ചൂടായേ. ഇത് നമുക്ക് വാങ്ങി വെക്കാം. എന്നിട്ട് അതിന് കടുക് താളിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടി ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, അല്പം കറിവേപ്പില, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരിയും കൂടെ ഒരു കളറിന് വേണ്ടി അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ജീരകവും ഉലുവയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ചേർത്താലും മതി കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി ചേർത്തതാ. ഇങ്ങനെ ആകുമ്പോൾ ഉലുവയൊക്കെ ഇച്ചിരി കൂടിപ്പോയാലും കയ്പൊന്നും വരത്തില്ല. അങ്ങനെ നമ്മുടെ മോര് കറി റെഡിയായി. വെള്ളം അല്പം ചേർക്കണമെന്നുണ്ടെങ്കിലേ ഒന്നിൽ ചെറിയ ചൂട് വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിച്ച വെള്ളമോ ഇതിനകത്തിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ മോര് തിളയ്ക്കുകയും ചെയ്യരുത്. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാ കേട്ടോ. എല്ലാവർക്കും മോര് കറി വെക്കാൻ അറിയാം. പ്രത്യേകിച്ച് ഈ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓക്കെ.